റഷ്യയിൽ നിന്ന് ആണവാക്രമണ ശേഷിയുള്ള അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. $300 കോടി 10 വർഷത്തേക്ക് അന്തർവാഹിനി പാട്ടത്തിനെടുക്കുന്നത്. മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. അക്കുല വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനി 2025ഓടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് റഷ്യ കൈമാറും. ചക്ര 3 എന്ന പേരിലാവും പിന്നീട് അറിയപ്പെടുക. ഇന്ത്യൻ നാവികസേന പാട്ടത്തിനെടുക്കുന്ന മൂന്നാമത്തെ റഷ്യൻ അന്തർവാഹിനിയാണിത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം. 1998 3 വർഷത്തേക്കാണ് ആദ്യമായി റഷ്യയിൽ നിന്ന് അന്തർവാഹിനി പാട്ടത്തിനെടുത്തത്. തുടർന്ന് 2012 10 വർഷത്തേക്ക് മറ്റൊരു അന്തർവാഹിനി പാട്ടത്തിനെടുത്തു. 2022 ഇതിന്റെ കാലാവധി നീട്ടാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ റഷ്യയുമായി ചേർന്ന് AK-203 റൈഫിളുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് പിന്നാലെയാണ് അന്തർവാഹിനി കരാർ ധാരണയായത്. ഒക്ടോബർ റഷ്യയുമായി S-4 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങാനുള്ള കരാറിലും ഇന്ത്യ ഒപ്പുവച്ചിരുന്നു. റഷ്യയിൽ നിന്ന് ആണവ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. $300 കോടി കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുക. റഷ്യയിൽ നിന്ന് അകുല ക്ലാസ് ആണവ അന്തർവാഹിനിയാണ് ഇന്ത്യ പാട്ടത്തിനെടുക്കാൻ ഒരുങ്ങുന്നത്. നാവികസേനയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ചക്ര 3 എന്ന് പുനഃനാമകരണം നടത്തിയാണ് സേനയുടെ ഭാഗമാക്കുക. $550 കോടി S-400 മിസൈൽ സംവിധാനം വാങ്ങാനും കരാർ ഒപ്പിട്ടതിനു ശേഷം റഷ്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വലിയ കരാറാണിത്. കഴിഞ്ഞ മാർച്ച് 7 ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവയ്ക്കും. സർക്കാരുകൾ തമ്മിലുള്ള കരാറായാണ് അന്തർവാഹിനി പാട്ടത്തിനെടുക്കുന്നത്. 10 വർഷത്തേക്കാണ് അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. നിലവിൽ റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുത്തിരിക്കുന്ന ചക്ര 2 ആണവ അന്തർവാഹിനിക്ക് പകരമാണ് ചക്ര 3 എത്തുക. 2022 ചക്ര 2വിന്റെ പാട്ട കാലാവധി അവസാനിപ്പിക്കും. ഇത് 5 വർഷത്തേക്ക് നീട്ടിയേക്കുമെന്നും സൂചനയുണ്ട്. ചക്ര 3 സാങ്കേതിക പരീക്ഷണങ്ങളും മറ്റും നടത്തി പൂർണ്ണമായും സേനയുടെ ഭാഗമാക്കുന്നതിന് സമയം എടുക്കും എന്നതിലാണ് ഇത്. മറ്റ് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ആണവോർജത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. മാസങ്ങളോളം കടലിനടിയിൽ ഒളിഞ്ഞിരിക്കാൻ സാധിക്കുമെന്നതിലാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല ഇന്ത്യക്ക് നിർണായക മേഖലയാണ്. ആണവ അന്തർവാഹിനി നൽകുന്നത് റഷ്യയിൽ നിന്ന് നിലവിൽ 2 അന്തർവാഹിനികളാണ് ഇന്ത്യ പാട്ടത്തിനെടുത്തിട്ടുള്ളത്. ആദ്യമെടുത്ത അന്തർവാഹിനി 3 വർഷത്തെ പാട്ടത്തിനായിരുന്നു. 1998 ഇത്. പിന്നീട് വർഷങ്ങളുടെ കാലതാമസമെടുത്ത് 2012 ചക്ര 2 പാട്ടത്തിനെടുക്കുന്നത്. US നേവിയുടെ ആണവ അന്തർവാഹിനികളോട് കിട പിടിക്കുന്നവയാണ് അകുല ക്ലാസ് അന്തർവാഹിനികൾ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച അരിഹന്ത് ആണവ അന്തർവാഹിനി സേനയുടെ ഭാഗമാണ്. ഒരെണ്ണം നിർമ്മാണ ഘട്ടത്തിലുമാണ്. 2 കൂടി നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയും ഇട്ടിട്ടുണ്ട്. ഇവ പൂർത്തിയാക്കുന്നതോടെ ആണവ അന്തർവാഹിനി പാട്ടത്തിനെടുക്കുന്നത് ഇന്ത്യ നിർത്തിയേക്കുമെന്നാണ് വരുന്ന സൂചനകൾ. ആണവ അന്തർവാഹിനി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന UN രക്ഷാസമിതി സ്ഥിരാംഗം അല്ലാത്ത ഏക രാജ്യമെന്ന സ്ഥാനം ഇപ്പോഴേ ഇന്ത്യക്കുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.